ടെൽ അവീവിൽ ഇറാന്റെ അതിരൂക്ഷമായ മിസൈൽ ആക്രമണമാണ് ഇന്ന് നടന്നത്. 5 സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിലെ ബീർഷെയ്ബയിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെ ആക്രമണമുണ്ടായി. ആശുപത്രി ആക്രമിച്ച ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ടെൽ അവീവിൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ടെൽ അവീവിലാണ് താങ്കൾ. നിങ്ങളൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് രാവിലെ അവിടെ സംഭവിച്ചത്? വിവിധ റിപ്പോർട്ടുകൾ ടെൽ അവീവിലെ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നത് അവിടെ ഇരിക്കുമ്പോൾ? നമസ്തേ, ഞാൻ ടെലവീവിലല്ല, ഞാൻ ഹൈഫയിലാണ്. മുമ്പ് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈഫയിലാണ്. ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ബെർഷേവിലാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതും സൊറോക്ക ഹോസ്പിറ്റലിൽ സംഭവിച്ചതിലാണ് അപകടങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ അഭിമാനമായിട്ടും അതോടൊപ്പം തന്നെ അതിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നില്ല എന്നുള്ളത് പകല് പോലെ തന്നെ പച്ചയായ ഒരു സത്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഉണ്ടാകുന്ന മിസൈലുകളിൽ 1-2 താഴത്ത് പതിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ളൊരു സത്യം കൂടിയാണ്. അത്തരത്തിൽ ഇന്ന് രാവിലെ 7 മണിക്ക് ഇസ്രായേൽ ടൈം 7:15 സംഭവിച്ചതാണ് ഈ ഇപ്പൊ കാണിക്കുന്നതായിട്ടുള്ള അപകടങ്ങൾ. 24 മിസൈലോളം ഇന്ന് രാവിലെ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 3-4 മിസൈലുകളാണ് താഴത്തായിട്ട് പതിച്ചത്. അതില് സൊറോക്കോ ഹോസ്പിറ്റലിൽ വീണ മിസൈലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 3 പേർക്കോളം എമർജൻസി സീരിയസ് കണ്ടീഷനിലുണ്ട്. അതുപോലെ 10-ൽ താഴെ ആൾക്കാർക്ക് വൂണ്ടഡ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും യുദ്ധ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇന്നലെ ഇസ്രായേലിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തി എന്നുള്ളത് വളരെ വലിയൊരു ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെയും കോൺഫിഡൻസ് കൂടിയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വരെയും ഇസ്രായേലിലെ പല രീതിക്കുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഒത്തുകൂടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഓഫീസുകൾ ഒന്നും പ്രവർത്തനരഹിതമായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ സ്കൂളുകൾ അല്ലാതെയുള്ള എന്നാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒഴിച്ചെന്നാൽ ഏതാണ്ട് ഒരു 80% നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിഫൻസ് ഫോഴ്സിനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അതോടൊപ്പം തന്നെ അത് ആശ്വാസകരവും അതുപോലെ തന്നെ അത് പ്രത്യാശയും നൽകുന്നതാണ്. സൊറോക്കോ മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ആശുപത്രിയാണ്. സ്വാഭാവികമായും അവിടെ ഇന്ത്യക്കാര് മലയാളികളൊക്കെ ധാരാളം ജോലി ചെയ്യുന്ന സ്ഥലമാണോ? നമ്മൾ ഈ ഓൾമോസ്റ്റ് ആ ആശുപത്രിയുടെ ബഹുഭൂരിപക്ഷവും നശിച്ച അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. മാത്രം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇത്ര വലിയ ഒരു ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായി എന്നുള്ള കാര്യം. അവിടെ അറിയാവുന്നവരൊക്കെ ഉണ്ടോ ആ മേഖലയിൽ? രഞ്ജിത്ത്, ആഷ്മി, നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ വോയിസുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ അപകടങ്ങൾ ഉണ്ടായതായിട്ട് ഇതുവരെ അറിവില്ല. അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിച്ചതായിട്ടും ഇതുവരെയും ഇവിടുത്തെ ന്യൂസുകളോ മറ്റു വാർത്തകളോ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടുമില്ല. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബേസിലുള്ള ന്യൂസുകളിലാണെങ്കിലും മരണങ്ങൾ സംഭവിച്ചതായിട്ടൊന്നും തന്നെ ഇതുവരെ ഒന്നും അറിവില്ല. രഞ്ജിത്ത്, ഇത് ഇരുപക്ഷത്തെയും സാധാരണക്കാർ അനുഭവിക്കുമെന്നേ. ഇതിനകത്ത് ഓർത്തു നോക്കൂ, ഇസ്രായേലിൽ രാത്രിയൊക്കെ സാധാരണക്കാർ ഇറങ്ങി ഇപ്പം ബങ്കറിലേക്ക് പോകാനാണെങ്കിലും ഉണ്ടാക്കുന്ന ഒരു പാനിക് ഓഫ് കോഴ്സ് അതിനകത്തുണ്ട്. അത് ഇസ്രായേലിലാവട്ടെ, ഇറാനിലാവട്ടെ, പലസ്തീനിലാവട്ടെ, യുദ്ധം ഉണ്ടാകുന്ന ഏത് നാട്ടിലും ആവട്ടെ. എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്. പറഞ്ഞാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം എപ്പോൾ പുലരണം എന്നുള്ളതാണ്. തീരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ ഈ നാടൻ ഭാഷയുണ്ട്, വെട്ടാമന്ന പോത്തിന്റെ നേരെ വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ച് പ്രത്യാക്രമണം ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിന് ചെയ്യാനായിട്ടുള്ള വഴിയുള്ളൂ. ആക്രമിക്കുന്ന ശക്തികളുടെ നേരെ, അത് ദുഷ്ടശക്തികളാണ്, അവരുടെ നേരെ പ്രത്യാക്രമണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന ആൾക്കാരല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ജിറിയാട്രിക് ഹോമിൽ തന്നെയാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡോക്ടർ ഉൾപ്പെടെ, അതാണ് എടുത്തു പറയേണ്ടത്, ഇവിടുത്തെ ഡോക്ടർ ഉൾപ്പെടെ മുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോ ഏതെങ്കിലും രീതിക്കുള്ള വർഗീയപരമായിട്ടുള്ള ശത്രുതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കുള്ള ഒരു ശത്രുതയോ വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്യില്ല. വർഗീയപരമല്ല. നമുക്ക് ഒരുപക്ഷെ അവിടെ നമുക്ക് അത്രയും വിശാലമായി സംസാരിക്കേണ്ട കാര്യമാണ്. അതൊന്നും വർഗീയമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ
ഇസ്രായേൽ പലസ്തീനിൽ ഒരുപാട് ബോംബിടുന്നുണ്ടെന്നേ, ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്, സ്ത്രീകളെ കൊല്ലുന്നുണ്ട്, നിരപരാധികളെ കൊല്ലുന്നുണ്ട്. അതൊന്നും വർഗീയമായിട്ട് കൊല്ലുന്നതല്ല. ഇതൊക്കെ രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. അത് മറ്റു കാര്യങ്ങളുമാണ്. ഒരിക്കലും കുട്ടികളെയോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നേ വരെയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോ ഇറാനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞാലും ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്ന സാധാരണ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ബോംബിട്ടത് എന്തിനാണ്? സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ്. ഇസ്രായേൽ അവിടെ പലസ്തീനിൽ 27 ആശുപത്രികളാണ് ബോംബിട്ടത്. 27 ആശുപത്രികളിൽ ഇസ്രായേൽ ബോംബിട്ട അവിടേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടുണ്ട്. എന്റെ ചോദ്യത്തിന്റെ കാതലതായിരുന്നു. ഒരിടത്തും നിരപരാധികൾ അനുഭവിക്കുന്നു. ഹോസ്പിറ്റലിന് നേരെ ആക്രമണം ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും കണ്ടതാണ് അതിനകത്ത് എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ആൾക്കാരെന്ന് പറയാനായിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളത് പച്ചയായ സത്യമാണെങ്കിൽ പോലും അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ താവളങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തപ്പോഴും അതിനകത്തുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ആ ഹോസ്പിറ്റൽ തകർത്തത്. അതൊന്നുമല്ല രഞ്ജിത്ത്, അതൊന്നുമല്ല. ഇപ്പൊ ഇസ്രായേൽ ഇരിക്കും രഞ്ജിത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ. യാഥാർത്ഥ്യം അതൊന്നുമല്ല. യാഥാർത്ഥ്യം ഇസ്രായേൽ ഇട്ട ബോംബുകൾ ഒരുപാട് സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആശുപത്രികളിൽ സാധാരണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് യാഥാർത്ഥ്യം. അത് കണക്കുകളാണ്, അതൊന്നും ചുമ്മാ പറയുന്നതല്ല. അതൊക്കെ ഇപ്പൊ മാധ്യമങ്ങൾ വരുന്ന കണക്കുകളാണ്. ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേൽ ഇരിക്കുമ്പോൾ ഇസ്രായേലിന് രഞ്ജിത്തിന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. എന്റെ കാതലായ എന്റെ ചോദ്യം അതാണ്. അല്ല ഞാൻ പറഞ്ഞ എന്റെ ചോദ്യത്തിന്റെ കാതലതായിരുന്നു. അല്ല എന്റെ ചോദ്യം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ അനുഭവിക്കും, അതായിരുന്നു എന്റെ ചോദ്യത്തിന്റെ കാതൽ. അതിപ്പോ ഏത് ഇസ്രായേലിന്റെ പക്ഷത്താണെങ്കിലും ഏത് സാധാരണക്കാരുണ്ട്. എന്നിരുന്നാൽ പോലും ഒരിക്കൽ പോലും ഇവിടുന്ന് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടുന്ന് വിട്ടുപോകണം എന്നുള്ളൊരു തോന്നൽ ഈ യുദ്ധ രീതിയിൽ സമാധാനമായിരിക്കും, ശാന്തമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ടേക്ക് കെയർ എന്നുള്ളതാണ് കാരണം എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഇപ്പൊ കാണിക്കുന്ന രീതിക്ക് ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായപ്പോ പോലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരില് 90% ആൾക്കാരെ ഷെൽട്ടർ സ്പേസിൽ അവര് വളരെ സേഫായി ഇരുന്നത് കൊണ്ടിട്ടാണ് ആ ഹോസ്പിറ്റൽ പാടെ തകർന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടും അവർക്ക് രക്ഷപ്പെടുവാനായിട്ട്. ശരി രഞ്ജിത്ത്, ഏതായാലും വളരെ നന്ദി ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചതിനും 24-നൊപ്പം ചേർന്നതിനും. ടെല്ലവീവിൽ അല്ല അദ്ദേഹം ഉള്ളത്, ഹൈഫയിലാണുള്ളത്. ടെല്ലവീവിലാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഏറെയും നടന്നത്.